നെക്സ്റ്റ് നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് നോക്കാം. അപ്പോൾ സിലിണ്ടറിക്കലിൽ നമ്മൾ ഇതുപോലൊരു സിലിണ്ടറിൻ്റെ കട്ട് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ റെക്ടാങ്കുലർ കോർഡിനേറ്റ് നോക്കിയതുപോലെ സിലിണ്ടറിക്കൽ വരുമ്പോൾ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? വൺ ഈസ് ആക്സിയൽ ഡയറക്ഷൻ, അതായത് ഒരു സിലിണ്ടറിക്കൽ എലമെൻറ്റിൽ നമ്മൾ ഈ ഡയറക്ഷനിൽ നിന്ന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്സിയലായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ആ സിലിണ്ടറിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനാണ് റേഡിയൽ. നമ്മൾ ഏറ്റവും കൂടുതൽ വൺ ഡയമെൻഷനിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ റേഡിയലാണ് എടുക്കുന്നത്. റേഡിയൽ മീൻസ് ഈ റേഡിയലായിട്ട് എല്ലാ ഡയറക്ഷൻസിൽ നിന്ന് ഹീറ്റ് വെളിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഇത് രണ്ടും അല്ലാണ്ട് ഒരു ഡയറക്ഷനും കൂടെ നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതെന്തായിരിക്കും? അതായത് ആക്സിയലും ഉണ്ട്, റേഡിയലും ഉണ്ട്. മൂന്നാമത് ഏതാണ്? ഇറ്റ് ഈസ് ആംഗുലാർ. അതായത് ഇവിടെ ഇരിക്കുന്ന ഹീറ്റ് ഇവിടെ മാത്രം ലോക്കലൈസ്ഡ് ആയിട്ടിരിക്കും. ഇത് ഈ അതിന് 360 ഡിഗ്രിയിലും ആംഗുലാറായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൂന്ന് ക്വാണ്ടിറ്റീസാണ് നമ്മൾ നേരത്തെ റെക്ടാങ്കുലറി ചെയ്ത പോലെ എക്സും വൈയും ഇസഡും ചെയ്ത പോലെ ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് ചെയ്യേണ്ടത്? ഇൻ റേഡിയൽ ഡയറക്ഷൻ, ആക്സിയൽ ഡയറക്ഷൻ ആൻഡ് ആംഗുലാർ. അത് മൂന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഡിറൈവ് ചെയ്യണം. നേരത്തെ നമുക്ക് ഒരു എക്സ് ഡയറക്ഷന് ചെയ്ത് കഴിഞ്ഞാൽ വൈലും ഇസഡും സിമിലർലി പറയാൻ പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു പ്രൊവിഷൻ ഇല്ല. ഓരോന്നിനും നമ്മൾ റേഡിയൽ എങ്ങനെയാണ്, ആക്സിയൽ എങ്ങനെയാണ്, ആംഗുലാർ എങ്ങനെയാണെന്ന് ഓരോന്നും ഡിഫൈൻഡ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. സോ നമുക്കിവിടെ ഫസ്റ്റ് റേഡിയൽ എടുക്കാം. റേഡിയൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ക്യു ആർ കയറുന്നുണ്ട്. ഇറ്റ് വിൽ കം ഔട്ട് ആസ് ക്യു ആർ പ്ലസ് ഡി ആർ. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ ക്യു ഡാഷ് ഓഫ് ആർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി മൈനസ് കെ ഇൻറ്റു ഏരിയ. ഇവിടെ ക്യു ആർ കയറുന്ന ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ഇതിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. നമ്മളൊരു ആർ റേഡിയസിലാണ് ഈ ഒരു എലമെൻറ്റിൻ്റെ കട്ട് സെക്ഷൻ എടുക്കുന്നത്. അതായത് അകത്തുനിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് എത്തിയതിന് ശേഷമുള്ള ഒരു സിലിണ്ടറിക്കൽ എലമെൻറ്റ് ഹാവിങ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഡി ആർ ആണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഡി ആറും ആ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ്റെ ഹൈറ്റ് ഡി സെഡും ആണ്. പിന്നെ അതിൻ്റെ ആംഗുലാർ ഈ ഒരു കർവ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ സെക്ഷൻ്റെ ഡിസ്റ്റൻസ് ആർ ഡി ഫൈ. അതെന്തുകൊണ്ട് വന്നു? നമ്മൾ കട്ട് ചെയ്ത അത്രയും എലമെൻറ്റിൻ്റെ ആംഗിൾ ഡി ഫൈ ആണ്. സോ അറ്റ് റേഡിയസ് ആർ ആയതുകൊണ്ട് ആർ ഡി ഫൈ. നമ്മൾ ആർക്ക് ലെങ്ത് എടുക്കും പോലെ ഇപ്പോൾ ഇത് ഫൈ ആണ്, ആറാണ് അതിൻ്റെ റേഡിയസ് എങ്കിൽ ദ ആർക്ക് ലെങ്ത് വിൽ ബി ആർ ഫൈ. ദ സെയിം വേ ഇവിടുത്തെ ഇത്രയും ഡി ഫൈ ആണ് ആംഗിൾ. സോ ഈ ഒരു എലമെൻറ്റിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ആർ ഡി ഫൈ ആണ്. അപ്പോൾ മൂന്ന് കോർഡിനേറ്റ്സ് നമുക്കറിയാം. ദാറ്റ് ഈസ് ഡി ആർ, ഡി സെഡ് ആൻഡ് ആർ ഡി ഫൈ. അപ്പോൾ അതെത്ര അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ കെ ഇൻറ്റു റേഡിയൽ കയറുന്നത് ഈ ഒരു ഡിസ്റ്റൻസിലായതുകൊണ്ട് അതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഈ ഹൈറ്റ് ദാറ്റ് ഈസ് ഡി സെഡ് ഇൻറ്റു ഇതിൻ്റെ ഈ ഒരു സെക്ഷൻ്റെ ലെങ്ത് ദാറ്റ് ഈസ് ഡി സെഡ് ഇൻറ്റു ആർ ഡി ഫൈ ഇൻറ്റു ഏരിയ ആയി ഇൻറ്റു ഡോ ടി ബൈ ഏത് ഡയറക്ഷനാണ്? ഡോ ആർ ഇൻറ്റു ഡി ടോ ആണ് നമ്മുടെ ക്യൂ ഡാഷ് ഓഫ് ആർ എന്ന് പറയുന്നത്. ഇനി നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ക്യൂ ആർ പ്ലസ് ഡി ആർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു കയറുന്ന ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ക്യൂ ഡാഷ് ഓഫ് ആർ പ്ലസ് ഡിഫറൻസ് ദാറ്റ് ഇസ് ഡോ ബൈ ഡോ ആർ ഓഫ് ക്യൂ ഡാഷ് ആർ ഇൻറ്റു എത്ര ഡിസ്റ്റൻസിലാണ് അത് പോകുന്നത്? ഡി ആർ ലെങ്തിൽ. സോ ഇൻറ്റു ഡി ആർ. സോ ഹീറ്റ് അക്യുമുലേഷൻ ഇൻ ദി റേഡിയൽ ഡയറക്ഷൻ വിൽ ബി ഈക്വൽ ടു ഡി ക്യൂ ഡാഷ് ഓഫ് ആർ that is equal to q dash r minus q dash of r plus dr. That will give minus dou by dou r of q dash of r എന്ന് പറയുന്നത് നമുക്ക് മൈനസ് കെ, മൈനസ് ആൻഡ് മൈനസ് പോയിട്ട് കെ ഇൻറ്റു ഡി സെഡ് ഇൻറ്റു ആർ ഡി ഫൈ ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ ഇൻറ്റു ഡി ടോ ദ ഹോൾ ഇൻറ്റു ഡി ആർ. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇതിലിനി നമ്മൾ കോമൺ ടേംസിനെ എടുത്തു കഴിഞ്ഞാൽ കെ ഇൻറ്റു ഡി സെഡ് ഇൻറ്റു ഡി ഫൈ ഡി ആർ ഇൻറ്റു ഡി ടു ഇൻറ്റു ദിസ് ഡോ ബൈ ഡോ ആർ ഓഫ് ആർ ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ. അതിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല ബിക്കോസ് ആറിൻ്റെ ബേസിലുള്ള ടേംസ് ആണ്. സോ അതിനെ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല കോൺസ്റ്റൻ്റ് ആയിട്ട്. സോ ഇനി ഇതിനെ മാത്രം നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് ദി യു വി ഫംഗ്ഷൻ. എന്തായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സോ അത് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദിസ് ആസ് കെ ഇൻറ്റു ഡി സെഡ് ഇൻറ്റു ഡി ഫൈ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി ടോ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ആർ ആണ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡോ സ്ക്വയർ ടി ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ്
ഇതിൻ്റെ ഡെറിവേറ്റീവ് ആറിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ ഇങ്ങനെ കിട്ടും. സോ ഈ കിട്ടുന്നതാണ് നമ്മുടെ ഡി ക്യു ഡാഷ് ഓഫ് ആർ. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ എന്താണ് ഡി ക്യു ഡാഷ് ആർ ഇൻ ദി റേഡിയൽ ഡയറക്ഷൻ്റെ ഹീറ്റ് അക്യൂമുലേഷൻ നമുക്ക് കിട്ടി. സോ ഇതിനെ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വയ്ക്കാം. ദാറ്റ് ഈസ് ഡി ക്യു ഡാഷ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡോ സ്ക്വയർ ടി ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് ഡോ ടി ബൈ ഡോ ആർ ഇൻറ്റു കെ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി ഫൈ ഇൻറ്റു ഡി ഇസഡ് ഇൻറ്റു ഡി ടോ. സോ ദിസ് ഈസ് റേഡിയൽ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഹീറ്റ് അക്യൂമുലേഷൻ ആണ്. ഇനി നമുക്ക് ആക്സിയൽ നോക്കുമ്പോൾ ക്യു ഇസഡ് ഇവിടെ നിന്ന് കയറുന്നു, ഇവിടെ നിന്ന് ക്യു ഇസഡ് പ്ലസ് ഡി ഇസഡ് ആയിട്ട് ഇറങ്ങുന്നു. സോ വാട്ട് വിൽ ബി ക്യു ഡാഷ് ഇസഡ്? ക്യു ഡാഷ് ഓഫ് ഇസഡ് വിൽ ബി ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഏരിയ എന്തായിരിക്കും നമുക്ക് ഈ ഒരു സെക്ഷനിൽ കൂടെ കയറുന്നു, ഈ സെക്ഷനിൽ കൂടെ ഇറങ്ങി വരുന്നു. സോ ഈ സെക്ഷൻ്റെ ഏരിയ വിൽ ബി ദിസ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഡി ആർ തന്നെയാണ്. സോ ഡി ആർ ഇൻറ്റു ഈ ഒരു ആംഗിൾ സബ്ടെൻഡഡ് എത്രയാണ് നമ്മുടെ ആർ ഡി ഫൈ. സോ ആക്സിയലിൻ്റെ ഏരിയ പറയുന്നത് നമുക്ക് ഡി ആർ ഇൻറ്റു ആർ ഡി ഫൈ വരുന്നു ഇൻറ്റു ഡോ ടി ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ടോ. രണ്ടാമത് നമുക്ക് ക്യൂ ഡാഷ് ഓഫ് ഇസഡ് പ്ലസ് ഡി ഇസഡ് എന്തായിരിക്കും? ക്യൂ ഡാഷ് ഓഫ് ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ക്യൂ ഡാഷ് ഇസഡ് ഇൻറ്റു ഡി ഇസഡ്. ഇനി നമുക്ക് ഹീറ്റ് അക്യൂമുലേഷൻ ഇൻ ആക്സിയൽ ഡയറക്ഷൻ എന്തായിരിക്കും? ഡി ക്യൂ ഡാഷ് ഇസഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ക്യൂ ഡാഷ് ഇസഡ് ഇൻറ്റു ഡി ഇസഡ്. So this will be equal to minus dou by dou z of q dash z എന്ന് പറയുന്നത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് കെ ഇൻറ്റു ആർ ഡി ഫൈ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡോ ടി ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ടോ ദ ഹോൾ ഇൻറ്റു ഡി ഇസഡ്. ഇനി ഇതിൽ നമുക്ക് ഈ മൈനസും മാറ്റാം. സോ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി നമുക്ക് കോൺസ്റ്റൻസ് പുറത്തെടുക്കാം. കെ ഇൻറ്റു ആർ ഡി ഫൈ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി ഇസഡ് ഇൻറ്റു ഡി ടോ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇൻറ്റു ഡോ ടി ബൈ ഡോ ഇസഡ്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ഡോ സ്ക്വയർ ടി ബൈ ഡോ ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മുടെ ആക്സിയലിൻ്റെ ഡി ക്യു ഡാഷ് ഓഫ് ഇസഡ് കിട്ടുന്നത്. സോ നമുക്ക് ഡി ക്യു ഡാഷ് ഇസഡ് ആക്സിയലിൻ്റെ എഴുതാം. ഹീറ്റ് അക്യുമുലേഷൻ ഇൻ ആക്സിയൽ ഡയറക്ഷൻ ഡി ക്യു ഡാഷ് ഇസഡ് വിൽ ബി ഈക്വൽ ടു ഡോ സ്ക്വയർ ടി ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇൻറ്റു കെ ഇൻറ്റു ആർ ഡി ഫൈ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി ഇസഡ് ഇൻറ്റു ഡി ടോ. സോ നമുക്കിപ്പോൾ റേഡിയലും കിട്ടി, ആക്സിയലും കിട്ടി. ഇനി ഈ ആക്സിയലും റേഡിയലും കൂടെ നോക്കുമ്പോൾ ഇവിടെ കോൺസ്റ്റൻസിൻ്റെ ടേമിൽ നമുക്കിവിടെ ആർ ഡി ഫൈ വരും, ഇവിടെ ആർ ഡി ഫൈ അല്ല, നമുക്കിവിടെ ഒരു ആറിൻ്റെ ടേം കുറവ് വരുന്നുണ്ട്. സോ അതിനി അടുത്തൊരു ആംഗുലാറും കൂടെ ചെയ്തിട്ട് നമുക്ക് ആ ചെയ്യേണ്ട ഡിഫറൻസ് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ആക്സിയൽ വരെ ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് ആംഗുലാർ നോക്കാം. സോ ഫോർ ആംഗുലാർ ക്യൂ ഡാഷ് ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഫൈ കയറുന്നത് ഈ ഒരു ഡയറക്ഷനിൽ ക്യൂ ഫൈ കയറുന്നു, ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് ക്യൂ ഫൈ പ്ലസ് ഡി ഫൈ ആയിട്ട് ഇറങ്ങുന്നു. സോ ക്യൂ ഫൈ കയറുന്ന റീജിയൺ ഏതാണ്? ഡി ആർ ഇൻറ്റു ഡി ഇസഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് കയറുന്നത്. സോ ദ ഏരിയ വിൽ ബി ഡി ആർ ഇൻറ്റു ഡി ഇസഡ് ഇൻറ്റു ഡോ ടി ബൈ ഫൈ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ഡയറക്ഷൻസ് നമ്മൾ ഡി ആറും ഡി ഇസഡും, ഡി ആർ റേഡിയലിന് ഡി ഇസഡ് ആക്സിയലിനും നമ്മുടെ ആംഗുലാറിൻ്റെ ഡിസ്റ്റൻസ് ഒരു അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആർ ഡി ഫൈ ആണ്. സോ നമ്മളിവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആർ ഇൻറ്റു ഡോ ഫൈ കൊണ്ട് വേണം ഡെറിവേറ്റീവ് എടുക്കാൻ. അതാണ് ഇവിടുത്തെ ഒരു മേജർ ഡിഫറൻസ്. സോ ഇൻറ്റു എന്ത് വരും? ഡി ടോ. സോ നെക്സ്റ്റ് നമ്മൾ ക്യൂ ഡാഷ് ഓഫ് ഫൈ പ്ലസ് ഡി ഫൈ എടുക്കുമ്പോൾ എന്ത് വരും? ക്യൂ ഡാഷ് ഫൈ പ്ലസ് ഡോ ബൈ ആർ ഡോ ഫൈ ഇൻറ്റു ക്യൂ ഡാഷ് ഫൈ ഇൻറ്റു ആർ ഡി ഫൈ ഡിസ്റ്റൻസ്. നമ്മൾ നേരത്തെ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇവിടെ ടോട്ടൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? അത് ആർ ഡോ ഫൈ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തെടുക്കണം? അത് മൾട്ടിപ്ലൈഡ് ബൈ ആർ ഡി ഫൈ എടുക്കുക. സോ ഹീറ്റ് അക്യുമുലേഷൻ ഇൻ ആംഗുലാർ ഡയറക്ഷൻ
dq dash phi will be equal to minus dou by r dou phi into q dash phi ന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് കെ ഇൻറ്റു ഡി ആർ ഡി ഇസഡ് ഇൻറ്റു ഡോ ടി ബൈ ആർ ഡോ ഫൈ ഇൻറ്റു ഡി ടോ ഇൻറ്റു ആർ ഡി ഫൈ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കോൺസ്റ്റൻസിനെ വെളിയിലെടുക്കാം. സോ ഡി ക്യു ഡാഷ് ഫൈ വിൽ ബി ഈക്വൽ ടു മൈനസ് മൈനസ് പോയിട്ട് ഈ ആറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഡോ ബൈ ഡോ ഫൈ ഓഫ് 1 by r into dou t by dou phi into k into dr into dz into d phi into d tau. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 1 by r into dou square t by dou phi square into k into നമുക്ക് ആർ ഡോ ഫൈ ആണ് എല്ലാ ഇതിലും വരുന്നത്. സോ ആർ ഡോ ഫൈ നമുക്കിവിടെ ആഡ് ചെയ്യാം. പകരം ഇവിടെ ഒരു ആർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാരണം നമുക്കിവിടെ എന്താക്കാം? ആർ സ്ക്വയർ ആക്കാം. ഒരു മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ബാക്കി റെസ്റ്റ് ഓഫ് ദ ടേംസ് ഡി ആർ ഡി ഇസഡ് ഡി ടോ. സോ ഇങ്ങനെയാണ് നമുക്ക് ഡി ക്യു ഡാഷ് ഓഫ് ഫൈ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം ആംഗുലാറിൻ്റെ ടേമും ആക്സിയലിൻ്റെ ടേമിലും കോൺസ്റ്റൻസ് സെയിം ആണ്. എക്സെപ്റ്റ് റേഡിയലിൽ മാത്രം നമ്മൾ ചെയ്തതിൽ ഒരു ആർ ഡി ഫൈ ഇല്ല. അപ്പോൾ അതിൽ ആർ വരാനായിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ ആർ ചെയ്താൽ മതി. സോ അത് കൂടെ എടുത്തിട്ട് നമുക്ക് ഈ 3 ഡയമെൻഷൻസും കൂടെ ആഡ് ചെയ്യാം. ടോട്ടൽ എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് എന്താണ്? ഡി ക്യു ഡാഷ് ഓഫ് റേഡിയൽ പ്ലസ് ഡി ക്യു ഡാഷ് ഓഫ് ആക്സിയൽ പ്ലസ് ഡി ക്യു ഡാഷ് ഓഫ് ആംഗുലാർ വിൽ ബി ഈക്വൽ ടു റേഡിയലിൽ നമുക്ക് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ ആർ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ആറ് വരാനായിട്ട് ഇവിടെ നമ്മൾ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദിസ് ബിക്കംസ് 1 by r. സോ ആർ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ ടി ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1 by r ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ ഇൻറ്റു സിമിലർ ടേംസ് ഏതാണ് നമ്മുടെ കെ ഇൻറ്റു ആർ ഡി ഫൈ കെ ഇൻറ്റു ആർ ഡി ഫൈ ഡി ആർ ഡി ഇസഡ് ഡി ടോ പ്ലസ് ആംഗുലാർ ആക്സിയൽ എടുത്തു കഴിഞ്ഞാൽ ഡോ സ്ക്വയർ ടി ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇൻറ്റു കെ ഇൻറ്റു ആർ ഡി ഫൈ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി ഇസഡ് ഇൻറ്റു ഡി ടോ പ്ലസ് നമ്മുടെ ഇപ്പോഴത്തെ ആംഗുലാർ ദാറ്റ് ഈസ് 1 by r സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ടി ബൈ ഡോ ഫൈ സ്ക്വയർ ഇൻറ്റു കെ ഇൻറ്റു ആർ ഡി ഫൈ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി ഇസഡ് ഇൻറ്റു ഡി ടോ. നെക്സ്റ്റ് നമുക്ക് ബി ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ ആണ്. ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ ഈസ് ഈക്വൽ ടു ക്യു ജി ഇൻറ്റു 3 ഡയമെൻഷൻസ് ഏതാണ്? ഡി ആർ ഡി ഇസഡ് ഇൻറ്റു ആർ ഡി ഫൈ will be equal to C. C is the total energy stored. Energy stored in എന്താണ്? Energy stored is equal to rho into വീണ്ടും again R d5 into volume into dr into dz into C into dou t by dou tau into d tau. അപ്പോൾ നമുക്ക് 3 A I B I C I ഈ 3 ക്വാണ്ടിറ്റീസും കൂടെ അതായത് നെറ്റ് ഹീറ്റ് അക്യുമുലേറ്റഡ് ഇൻ ഓൾ 3 ഡയമെൻഷൻസ് plus internal heat generation and then it will be A plus B will be equal to C, that is energy stored in the element. അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള ടേംസ് നമുക്ക് കളയാം. ദാറ്റ് ഈസ് ആർ ഡി ഫൈ ഡി ആർ ഡി സെഡ് ആൻഡ് ഡി ടോ. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യുമ്പം എ പ്ലസ് ബി ഗീവ് സി യൂസ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഡോ സ്ക്വയർ ടി ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1 by r ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ in the radial plus axial inde dou square t by dou z square plus angular inde 1 by r square into dou square t by dou phi square plus qg is equal to rho c into dou t by dou tau. ഇവിടെ എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് നമ്മുടെ കെ കോമൺ ആയിട്ട് എടുക്കാം. ബിക്കോസ് കെ ഈ ക്യു ജിയുടെ ടേമിലും ഈ ടേമിലും നമ്മുടെ എനർജി സ്റ്റോറിലും കെ ഇല്ല. സോ കെ ഫസ്റ്റ് ടേമിൽ മാത്രം കോമൺ എടുക്കുക.
പ്ലസ് ക്യൂ ജി ഈക്വൽ ടു റോ സി ഇൻറ്റു ഡോ ടി ബൈ ഡോ എന്ന് കിട്ടുന്നതാണ് നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൻ്റെ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ. ഇതൊന്ന് നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസിയാണ്. ഇതുപോലെ അങ്ങ് നോക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സിലിണ്ടറിക്കലും ജനറൽ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സും. സ്പെറിക്കൽ അങ്ങനെ അധികം പ്രാവശ്യം ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇതേ രീതിയിൽ തന്നെ നമ്മുടെ സ്പെറിക്കലിൻ്റെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് നോക്കി നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് അതിൽ കൂടെ ഒന്ന് നോക്കിപ്പോവാം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്ത് കാണിക്കുന്നില്ല, അത് ഒരുപാട് സമയമെടുക്കും. സോ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് മനസ്സിലാക്കാനായിട്ട് അതിൽ കൂടെ നന്നായിട്ട് നോക്കിപ്പോവാം. ഇനി നമുക്ക് സിലിണ്ടറിക്കലിൻ്റെയും സ്പെറിക്കലിൻ്റെയും 1 ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻസ് നോക്കി അതിൻ്റെ പ്രോബ്ലംസും കൂടെ സോൾവ് ചെയ്യാം.